നമസ്കാരം. കണ്ട നല്ല രസല്ലേ? മലമ്പുഴയുടെ അടുത്താണ്. മലമ്പുഴ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഈ രണ്ട് സൈഡും മലയും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് ഒഴുകുന്നുണ്ട്. പക്ഷെ ഒഴുകാതെ കിടക്കുന്ന സ്ഥലത്താണ് പ്രശ്നം. അങ്ങനെ ഒഴുകാതെ കിടക്കുന്ന ആൾക്കാരെ കുത്തി പൊട്ടിച്ചിട്ട് അവരെ അങ്ങോട്ട് ഒഴുക്കി വിടുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ജോബ്. നിശ്ചലമായിട്ട് നിൽക്കുന്ന ചില മനസ്സുകളുണ്ട്. ഒരുപാട് സ്നേഹിച്ച്, ഒരുപാട് കരഞ്ഞു വിഷമിച്ച്, അവസാനം ഒന്നും പറയാനാവാത്തൊരവസ്ഥ. ഇനി സ്നേഹിക്കണോ ഇനി വെറുക്കണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അങ്ങനത്തെ ആളുകൾക്ക് അതുമാതിരിയാണ് ചില സമയത്ത് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളങ്ങൾ കാണുമ്പോൾ. അത് ഒഴുകുന്ന സമയത്ത് കണ്ടല്ലോ, ഇങ്ങനെ വെള്ളം ചാടുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഫോഴ്സ്ഫുൾ ഇങ്ങനെ വന്നിങ്ങനെ തെറിച്ചു പോകുന്ന മാതിരിയാണ്. നമ്മുടെയൊക്കെ വിഷമങ്ങളും ദേഷ്യമൊക്കെ അങ്ങനെയാണ്. കുറേ അടക്കി വെച്ച് ഒടുക്കം നമ്മൾ പുറത്തേക്ക് വരുന്നത്. ആ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തോന്നിയ മാതിരിയുള്ള വാക്കുകളും സംസാരങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിപ്പിക്കും. ഈ ജോബിൽ ഞാൻ എടുത്തത് കേട്ടിരിക്കാൻ പറ്റുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഇത്തിരി ടാസ്ക്കുമാണ്. പറയുന്ന ആൾക്ക് പുതിയതായിരിക്കാം, കേൾക്കുന്ന ആൾക്ക് ഒരേമാതിരി ആൾ മാറുന്ന മാതിരി കുറേ കഥകൾ, ഒരേ മാതിരിയുള്ള കഥകൾ 2-3 മണിക്കൂറും ചിലപ്പോൾ പറയും. ചില സമയങ്ങളിൽ പറഞ്ഞ് അറിയാണ്ട് നമ്മൾ മൂളലൊന്ന് നിന്നാൽ അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവം, അത്രയും നേരം നമ്മൾ കേട്ടത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ കേട്ടിട്ടില്ലേന്ന്. അതുകൊണ്ട് നമ്മൾ അവർ പറയുമ്പോൾ അത് ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിഷമങ്ങൾ ഒരാളോട് പറയാൻ പറ്റിയ, യാതൊരു ജഡ്ജ്മെൻറ്റിലും ഇല്ലാതെ കേൾക്കാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഇവിടെ എങ്ങനെയാ ഒരഭിപ്രായം പറയാൻ പോകുമ്പോഴേക്കും 100 കാര്യങ്ങൾ പറഞ്ഞു വരും. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, അതാണ്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ അതാണ് ചെയ്തത്. ഒരു റേപ്പ് എടുത്താൽ തന്നെ എന്തുമാത്രം കുറ്റങ്ങൾ പറയണ കാണാം. അതെന്തിനാ അങ്ങനെ ചെയ്ത്, ഇതെന്തിനാ ഇങ്ങനെ ചെയ്ത്. ഒരാളും മോശമാവാനോ വേദനിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടോ? വല്ല സാഡിസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു മറ്റൊരാളെ വേദനിപ്പിച്ചാൽ. പൊതുവെ ഓരോ ഇഷ്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഇഷ്ടം എന്നും ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എല്ലാ ഇഷ്ടങ്ങളും ഒരുമിച്ച് ഉണ്ടാവണമെന്നില്ല. ചില ഇഷ്ടങ്ങളെ നമ്മളെ വിട്ടിട്ട് പോകും. ആ ഇഷ്ടങ്ങൾ വിട്ടിട്ട് പോകുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന മത്സരങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാണണം എന്നറിയും. നമ്മുടെ ഇതല്ല ആരും, അതായത് എൻ്റെ ആൾക്കാരല്ലാത്ത ഏതോ സ്ട്രേഞ്ചേഴ്സായ കുറേ ആളുകളുടെ കേൾക്കുമ്പോൾ എവിടേക്കോ അവർക്ക് ഒരു സമാധാനമാവാൻ പറ്റിയെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ തിരിച്ചറിയുന്ന ചില വാക്കുകൾ, ചില മുഖങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരങ്ങൾ. ഇവിടെ ചിലപ്പോൾ വീഡിയോയ്ക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഒരുപക്ഷെ ഭയങ്കര മോശമായിട്ട് പോടി, നീ അതല്ലേ ഇതല്ലേ, ഇങ്ങനെ എന്തൊക്കെയോ എഴുതുന്നത് കാണാം. ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആളുകൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. പല ആൾക്കാരുടെയും എനിക്ക് പൊതുവേ കുറവാണെങ്കിലും, പൊതുവെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരാളെ ഉപദ്രവിക്കാൻ പോകണല്ലോ, പിന്നെ എന്തിനാണ്, എനിക്കും ഒരാളെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. അപ്പം അങ്ങനെ ചിലർ വന്നിട്ട് ഇങ്ങനെ നീ പോടി, എന്താ പറയുക, അങ്ങനെ മോശമായി, എനിക്കത് പറയാൻ പോലെ അങ്ങനെ ഓരോ വാക്കുകളൊക്കെ ചില കമൻറ്റിലിടുമ്പോൾ ശരിക്കും ചില സമയത്ത് എനിക്ക് തോന്നും, എന്താല്ലേ നമ്മൾ മനുഷ്യർ ഒരിക്കൽ പോലും കാണുപോലും ചെയ്യാത്ത ഒരാൾ, എന്നിട്ട് ഇത്രയൊക്കെ പ്രശ്നം. നമുക്കൊന്ന് സ്നേഹിക്കാൻ അറിയില്ല, കുറ്റപ്പെടുത്താനേ നമുക്കൊക്കെ അറിയുന്നുള്ളൂ. കുറ്റപ്പെടുത്താൻ ഒരാളില്ലാണ്ടായ കുറ്റപ്പെടുത്തിയ ആളുകൾ അവരുടെ വീട്ടുകാർക്കും അവരുടെ ആളുകൾക്കും വിഷമിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ജീവിതം ഒരിക്കലും അവസാനിപ്പിക്കരുതിട്ടാരും. നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത്രയും സുന്ദരമായിട്ടുള്ള ഭൂമി, ഇവിടെ ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്ക് ജീവിച്ചിരിക്കാം. നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ അവരുടെ അടുത്ത് നമ്മൾ നിൽക്കണം എന്നില്ലല്ലോ.
തലയുയർത്തി ജീവിച്ച് കാണിക്കുക വേണ്ട. അതാണ് പ്രധാനം.